ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിയെ ചെന്ന് വിളിക്കുമ്പോഴൊന്നും ബോധം വരുന്നില്ല കേട്ടോ. ഉടനെ അശ്വിൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് ബോധം വരികയാണ് കേട്ടോ. ശ്രുതി പറയുന്നത് ആ വളകൾ എന്നാണ്. എന്നിട്ട് നേരെ അശ്വിനെ ആയിരിക്കും കേട്ടോ നോക്കുന്നത്. അപ്പോൾ അശ്വിൻ ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് അശ്വിൻ സാർ, എനിക്കൊരു കുഴപ്പമില്ല, ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അമ്മായി, കൃഷ്ണ, എൻ്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? പ്രമീളേച്ചി, ഇപ്പം തന്നെ നമുക്ക് ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയണേ. കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ഒരവസ്ഥയിൽ എങ്ങനെയാ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? അവൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അശ്വിനും അതിന് സപ്പോർട്ട് ചെയ്യാട്ടോ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാവരും പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കട്ടിലിൽ നിന്ന് എണീക്കുകയാണേ. നേരെ ചെന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, ആ വളകൾ നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പ്രീതിയോട് പറയുന്നുണ്ട് ശ്രുതിയെ താഴോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് അഞ്ജലി പറയുന്നുണ്ട്, എന്താ കുഞ്ഞാ, നിനക്കും ശ്രുതി പോലെ വയ്യാണ്ടായോ? എങ്കിൽ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഏയ് നോ പ്രോബ്ലം ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അഞ്ജലി ഒരുമാതിരി ആക്കി ചിരിച്ചിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ അശ്വിൻ പൂജ നടക്കുന്നിടത്ത് നിൽക്കുമായിരിക്കും. അപ്പോഴായിരിക്കും മുത്തശ്ശിയും ശ്രുതിയും കൂടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. അശ്വിൻ നോക്കുന്നത് മുഴുവൻ ശ്രുതിയുടെ കൈകളിലേക്കാണ് കേട്ടോ, വള ഇട്ട കൈകൾ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുകയും ശ്രുതി ആ ഷോൾ കൊണ്ടൊക്കെ മറച്ചിട്ടായിരിക്കും കേട്ടോ വരുന്നത് തന്നെ. അങ്ങനെ തന്നെയാണ് പൂജയ്ക്ക് പോയിരിക്കുന്നതും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അശ്വിൻ നോക്കുന്നതും ശ്രുതി അങ്ങോട്ടേക്ക് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുഷ്ടനായ ശ്യാം ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി അശ്വിനെ നോക്കുന്നതാണ് കാണുന്നത്. തിരിഞ്ഞ് അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ ശ്രുതിയെ നോക്കുന്നതായിരിക്കും കേട്ടോ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ശ്യാമിന് ദേഷ്യം കൊണ്ട് വയ്യട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ അശ്വിന് ശ്രുതിയുടെ ആ വളകളൊന്നും കാണാൻ കഴിയുന്നേ ഇല്ല കേട്ടോ. അപ്പോഴാണ് അഞ്ജലി പ്രസാദവും കൊണ്ട് വരുന്നത്. അപ്പോൾ അഞ്ജലി എല്ലാവർക്കും പ്രസാദം കൊടുക്കുമ്പോൾ കൈ നീട്ടുമല്ലോ. ശ്രുതിക്ക് പ്രസാദം കൊടുക്കുന്നത് നമ്മുടെ അശ്വിനാട്ടോ. അപ്പോൾ ആദ്യം ശ്രുതി പ്രസാദം വാങ്ങിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, എന്താ ശ്രുതി നീ പ്രസാദം വാങ്ങിക്കാതെ നിൽക്കുന്നത്? കൈ കാണിച്ചു കൊടുക്കുമോളെ എന്ന് പറയുമ്പോൾ ആ ഷോളോടൊക്കെയാണ് കേട്ടോ കൈ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അമ്മായി പറയുന്നുണ്ട്, എന്താണ് ശ്രുതി, ആ ഷാള് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്ക് കൈ എന്ന് പറയുമ്പോൾ ഷോൾ അങ്ങ് മാറ്റിയാട്ടോ. അപ്പം നമ്മുടെ അശ്വിൻ ആ വളകൾ കാണുകയാണ്. എന്നിട്ട് പ്രസാദമൊക്കെ കൊടുത്തിട്ട് പോരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആകാശ് വന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ പ്രീതിയെയും അവരുടെ ഫാമിലിയെയും ഇട്ട് കൊണ്ടുവിടാൻ ഏട്ടൻ്റെ വണ്ടിയുടെ കീ ഒന്ന് തരാവോ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ആകാശ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ ശ്രുതി വീണ്ടും അശ്വിൻ്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളല്ലേ അത് വാങ്ങിയത്? എന്ത്? ആ വളകൾ? ഞാനോ? എനിക്കറിയില്ല എന്ന് പറയണേ. അത് പറയാതെ ഞാൻ നിങ്ങളെ വിടില്ല, അമ്മയാണ് സത്യം. എന്തായാലും നിങ്ങളെ അത് പറയാതെ വിടില്ല എന്ന് പറയുന്നത് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.